ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? ഹാപ്പി അല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നില്ല ഒരു ദിവസം കറണ്ട് ഇല്ലാത്തൊരു ദിവസം ഈ മിക്സി കൊണ്ട് വറുക്കാനൊന്നും പറ്റുന്നില്ലല്ലേ, ആ ദിവസം ഉണ്ടാക്കിയൊരു കറി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാനൊരു 3-4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുന എന്നുള്ളൊരു പീസസ് ഇല്ലേ, അങ്ങനത്തെ ഒരു സ്ക്വയർ കട്ടിൻ്റെ ചെറിയ പീസസ് ഉണ്ടാക്കിയിട്ട് കട്ടാക്കിയതാണ് ഞാൻ. അങ്ങനെ എല്ലാം ഒന്നും കട്ടാക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് കാലിയൊന്നും ഫ്രൈ ആക്കുക കേട്ടോ. ഇതിലേക്ക് ടൊമാറ്റോ ഒന്നും ഇടുന്നില്ല, അതിന് മുമ്പ് തന്നെ ഒന്ന് ഫ്രൈ ആക്കാം. അപ്പോൾ ഇതാ ഞാൻ കുക്കറിലില്ലേ, നല്ല വിശപ്പും ഉണ്ട്, നല്ല ചളിയും ഉണ്ട്. അപ്പോൾ ഒരു കുടിക്കാനും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാനൊരു ചെറുപയറില്ലേ അതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുക്കറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് സ്റ്റൗവിലിത് ഞാൻ പൊട്ടാറ്റോ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു പാനിലോട്ട് വെറും പൊട്ടാറ്റോ ഇല്ലേ അതൊന്ന് പീസാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. ആ സമയത്ത് ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ഞാൻ സ്റ്റൗന്ന് അത് മാറ്റി കൊടുത്തിട്ട് മറ്റേ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയ അടുപ്പില്ലേ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുക്കറിൻ്റെ വിസിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറുപയറും കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചതായിരുന്നു. ഇനി ഇതിലേക്കില്ലേ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശർക്കര പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിനൊന്നും ഉരുക്കി മെൽട്ടാക്കിയിട്ട് എടുത്തിട്ട് അരിപ്പയിൽ അരച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലങ്ങനെ അങ്ങനത്തെ പൊടികളും കൃമികളും ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നും കുടിക്കാൻ ഇത് ഉണ്ടാക്കിയത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിവിടെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അപ്പുറത്തടുപ്പിൽ പൊട്ടാറ്റോ ഒന്ന് ജസ്റ്റ് മൂടി വെക്കാതെ തന്നെ ഒന്നിങ്ങനെ വെന്തുകൊണ്ടിരിക്കുക. മൂടി വെച്ച് അത് വെന്തുടയുമല്ലോ, അപ്പോൾ വെന്തുടയണ്ട ഈ കറിക്ക്, ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി. അങ്ങനെ ഇതാ മറ്റേ അടുപ്പത്ത് ഞാനില്ലേ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി, ഒരു തക്കാളി, കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇതാ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം, ഉലുവാനും അതും കൂടി ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് ചില്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ ഞാൻ അവിടെ അപ്പുറത്ത് പൊട്ടാറ്റോ വെന്തുകൊണ്ടിരിക്കല്ലേ, അതിനി ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇത് ഒന്നിച്ചിട്ടിട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് ടെക്സ്ചറും വേറെ ഉണ്ടാവും, ഒരു ടേസ്റ്റ് തന്നെ ഒരു ഡിഫറെൻറ്റാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വേറെ കറികളൊന്നും ഉണ്ടാക്കാനാവാത്ത സമയത്ത് കഞ്ഞിയും ഈ കറിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇത് എൻ്റെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ബാക്കി വന്ന ആ പൊട്ടാറ്റോ ഇല്ലേ അത് മൊത്തം ഇട്ട് കൊടുത്തിട്ടില്ല, ഒരു ബൗളാക്കിയിട്ട് ഞാൻ എൻ്റെ നൂറമോക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. വെറും ഉപ്പും പൊട്ടാറ്റോ ആയിട്ട് ഫ്രൈ ആക്കണം. ഒന്ന് ട്രൈ ആക്കി നോക്കാം.